ഫ്രണ്ട്സ്, കുർത്തിക്ക് വേണ്ടി പാച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഞാൻ 3x3 ഇങ്ങനെ സ്ക്വയറിൽ ഒരു തുണി മുറിച്ചെടുത്തിരിക്കുകയാണ്. അതിന് കളർ മാച്ചിങ് കളർ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഫുള്ള് സ്ക്വയറിൽ ഇങ്ങനെ തയ്ച്ചെടുക്കാനാണ് പോണത്. അടുത്ത ഞാൻ 2 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി വന്നിട്ട് 2.5 x 2.5 2 അങ്ങനെ ഞാൻ 3 പാച്ചസ് ആണ് കുർത്തിക്ക് വേണ്ടി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു ക്യാൻവാസിൽ മുറിച്ചിട്ട്, ഇത് പേപ്പർ ക്യാൻവാസ് ആണ്, അതിൻ്റെ മുകളിൽ മുറിച്ചിട്ട് നേരിയ ക്യാൻവാസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ സ്ക്വയറിൽ ഇതിനെ തയ്ച്ചെടുക്കാനാണ് പോകുന്നത്. 3 തയ്ച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ തയ്ച്ചിട്ടാകുമ്പം ഇതിനെ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. ഇങ്ങനെ എന്നിട്ടാകുമ്പോൾ ഇതിനൊരു കട്ടിട്ട് കൊടുക്കാം ക്യാൻവാസിന് മാത്രം. എന്നിട്ട് ഈ ക്യാൻവാസ് ഈ സ്റ്റിച്ച് ഇട്ട് അവിടം വരെ വിട്ടിട്ട് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അതെന്തുകൊണ്ട് വെച്ചാൽ ഇത്രയും കൂടെ അവിടെ ആ തുണി അവിടെ സോഫ്റ്റായി കിടക്കും. അതുപോലെ നമ്മൾ ഡിസൈർ നമുക്ക് സ്ക്വയർ ആയിട്ടോ നിങ്ങൾ ഏത് ഡിസൈൻ ഉണ്ടാക്കുന്നത് ഈ പാച്ച് വർക്ക് ഉണ്ടാക്കണം ഇങ്ങനെയാണ്, അത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കളയാം. കണ്ടോ, തയ്ച്ചിട്ടാകുമ്പോൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് സ്ക്വയറും കിട്ടും. ഇനി ഇതിൻ്റെ വക്കടിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. ഇതിൻ്റെ വക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ വക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. കണ്ടോളൂ, ഞാൻ സ്ക്വയർ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിൽ ഇത് ഇതിൻ്റെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഫുള്ള് സ്ക്വയറിൽ നമുക്കിതിനെ നന്നായിട്ട് മടക്കിയെടുക്കാം. നിങ്ങൾ സ്റ്റിച്ച് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വക്കിലേക്ക് ഇട്ടേക്കണം. സ്റ്റിച്ച് നിങ്ങൾക്ക് എടുത്ത് കളയണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ കുറേ കൂടെ നന്നായിട്ട് പോണ മാച്ചിങ് നൂലെടുത്ത് തയ്ക്കാം. ഇത് ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ 3 റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഡ്രസ്സിൽ ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഐഡിയ പോലെ എങ്ങനെ വേണം അറ്റാച്ച് ചെയ്യാം. ഞാൻ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള 3 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മളൊരു കുർത്തി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് പ്രിൻസസ് കട്ട്. അപ്പം മുകളിൽ നിന്ന് നിങ്ങളെ നെക്ക് എത്രയാണ് ആ ഡിസ്റ്റൻസ് വിടുക. അപ്പം ഞാൻ 6.5 നെക്ക് കട്ട് ചെയ്യാൻ പോണത്, നെക്ക് കട്ട് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ അവിടെ 6.5 വിട്ടിട്ട് താഴെ നിങ്ങൾക്കത് 16 ഇഞ്ച് വരെയൊക്കെ ഇതുപോലത്തെ പാച്ച് വർക്ക് ഉണ്ടാക്കാവുന്നതാണ്. 16 ഇഞ്ചൊക്കെ ഉണ്ടാക്കിയാൽ നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിക്ക് അത് കിട്ടും. ഒരു 16 ഇഞ്ച് വരെ നമുക്ക് പോവാം. അപ്പം ഞാനിത് ഹൈറ്റിനനുസരിച്ച് 15.5 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടാകുമ്പം ഇനി വലിയൊരു പാച്ചിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ വെക്കാൻ പോണു. അതുപോലെ ഈ ചെറിയ പാച്ചിന് അതിൻ്റെ മുകളിലാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് താഴെ വേണമെങ്കിൽ താഴെ ഇങ്ങനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഭംഗി തോന്നുന്നത് അതുപോലെ അതിനെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ 3 പാച്ചിനെ ഇങ്ങനെയാണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പോണത്. ഫിക്സ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വക്കിലേക്കൂടെ നമ്മളിനി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ടേബിൾ ടോപ്പ് മെഷീൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സിഗ്സാക്കോ എന്തെങ്കിലും വർക്ക് ഇട്ട് കൊടുക്കാം. സാധാ മെഷീനാണെങ്കിൽ ഇതിൽ ഇതേപോലെ സൈഡിലൊരു ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ചിൻ്റെ ഇത് കുറച്ചിട്ട് ചെറുങ്ങനെ ഇതിനെ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യാം. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാനാണ് പോണത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേപോലെ ഇതിൻ്റെ 4 ചുറ്റുപാട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടൺസ് ഫിക്സ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു കളറിൻ്റെ, ഇപ്പം ഗ്രേ കളർ തന്നെ ആണെങ്കിൽ ഇതിൻ്റെ നടുവിൽ ഓരോരോ ബട്ടൺസ് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടെസൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. തയ്ച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒരു ലുക്ക് കാണിച്ചു തരാം. അപ്പം നോക്കിക്കോളൂ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ നെക്ക്, നമുക്ക് ഏതാ നെക്ക് അതിവിടെ ഇട്ട് കൊടുത്താൽ നമ്മളെ കുർത്തീൻ്റെ പാച്ച് വർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ബോട്ട് നെക്കാണ് ഇടാൻ പോണത്. ഇങ്ങനെയുണ്ട് നമ്മളെ കുർത്തീൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഞാൻ ഒരു ബ്ലൗസ് വെട്ടിയപ്പോൾ അതിൽ നിന്ന് മിച്ചുണ്ടായ കഷ്ണമാണ്, അത് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ ഇത് ഒരു ടെസൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയില്ല, ആർക്കും ടെസൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ഉണ്ടാക്കി തന്നേക്കാം. നോക്കിക്കോളും. അപ്പോൾ എല്ലാവർക്കും പാച്ച് വർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാം. പല്ലവി ആൻഡ് വ്ലോഗാണ് ചാനൽ. അപ്പം ചാനൽ വിസിറ്റ് ചെയ്താൽ ഇപ്പം കുറേ ദിവസം കൊണ്ട് നോട്ടിഫിക്കേഷൻ കറക്റ്റ് പോകുന്നില്ല എന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. ഇന്നലെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒന്നും ഇല്ല 1 വീക്ക് തൊട്ടെന്ന്.
അപ്പം ഒന്ന് ചാനലിൻ്റെ അകത്ത് കയറി ചാനലിനെ വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങളിതുപോലെ നിങ്ങളെ പാൻറ്റിൻ്റെ പീസ് മുറിച്ച് ഇവിടെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഫ്രണ്ട്സ് കാണാൻ വേണ്ടിയിട്ട്. ഈ പ്രിൻസസ് കട്ട് തന്നെ തയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കുർത്തിയിലും ഈ വർക്ക് ഇടാവുന്നതാണ്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ.